ടെസ്റ്റുകളാണ് ഒരു വൃക്ക ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, യൂറിൻ ടെസ്റ്റ് ചെയ്യാം, ഇമേജിംഗ് ടെസ്റ്റുകൾ ചെയ്യാം, ബയോപ്സി ചെയ്യാം. അപ്പം ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും തന്നെയാണ് ചെയ്യുന്നത്. ബ്ലഡ് ടെസ്റ്റുകളിൽ തന്നെ ഏറ്റവും ഒന്നാമതായിട്ട് ചെയ്യുന്നത് EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അതായത് എസ്റ്റിമേറ്റഡ് ഗ്ലോമെറുലർ ഫിൽട്രേഷൻ റേറ്റ്. അതായത് നമ്മളുടെ കിഡ്നി, നമ്മളുടെ വൃക്ക ഒരു നിമിഷം, ഒരു മിനിറ്റിൽ എത്രമാത്രം ബ്ലഡിനെ അരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വാല്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നോർമലി ഒരാൾക്ക് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 90നും അതിലപ്പുറവുമാണ്, അതിൽ കൂടുതലുമാണ്. ഇത് ഏകദേശം ഒരു 60ൽ താഴെ പോകുമ്പോഴാണ് കിഡ്നിയുടെ ഫങ്ഷനിങ് ശരിയല്ല എന്നുള്ളത് സൂചന നമുക്ക് കിട്ടുന്നത്. അടുത്തത് ബ്ലഡ് യൂറിയ നൈട്രജൻ എന്ന് പറയുന്ന ടെസ്റ്റ്. ഇത് ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. എത്രമാത്രം യൂറിയ നൈട്രജൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്, ബ്ലഡിലുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഇതിന്റെ ഒരു നോർമൽ വാല്യൂ പ്രായപൂർത്തി ആയവരിൽ ഏകദേശം 7നും 20നും ഇടയ്ക്കാണ്. 7 മില്ലിഗ്രാം തൊട്ട് 20 മില്ലിഗ്രാം വരെയാണ് ഇതിന്റെ ഒരു നോർമൽ വാല്യൂ വരുന്നത്. കുഞ്ഞുങ്ങളിൽ 5നും 18നും ഇടയ്ക്ക് 5 മില്ലിഗ്രാം തൊട്ട് 18 മില്ലിഗ്രാം, അതാണ് നോർമൽ വാല്യൂ. ഇതിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ടെസ്റ്റ് ചെയ്യുന്നത് സെറം ക്രിയാറ്റിൻ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽസിൽ, പുരുഷന്മാരിൽ ഏകദേശം 1.3 മില്ലിഗ്രാം ആണ്. സ്ത്രീകളിൽ ഏകദേശം 1.1 മില്ലിഗ്രാം ആണ് വരുന്നത്. അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മില്ലിഗ്രാമും വരും. അപ്പൊ അതിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷനിങ് ശരിയായ രീതിയിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ചെയ്യേണ്ടത് യൂറിൻ ടെസ്റ്റുകളാണ്. നോർമൽ റുട്ടീൻ യൂറിൻ ടെസ്റ്റ് അത് നമുക്ക് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് കിഡ്നിയുടെ ഫങ്ഷനിങ് പ്രോപ്പർ ആണോ എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ യൂറിനിൽ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന്റെ നോർമൽ വാല്യൂ എപ്പോഴും വരുന്നത് ഒരു 30 മില്ലിഗ്രാമിന് താഴെയായിരിക്കും. അതിന്റെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് കിഡ്നിയുടെ അല്ലെങ്കിൽ പ്രോപ്പർ ഫങ്ഷനിങ് ആണോ, അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്ന് എത്രമാത്രം പ്രോട്ടീൻ പുറത്തു പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രമാത്രം സിവിയർ ആണ് കണ്ടീഷൻ എന്നുള്ളത് ഈ ഒരു വാല്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.